കുറച്ച് സോഷ്യൽ റൂൾസ് ആയാലോ? നമ്മളങ്ങനെ സോഷ്യൽ റൂൾസ് ഒന്നും നോക്കാറില്ല അല്ലേ? നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. പക്ഷെ നമ്മളത് അത്ര വലിയ കാര്യമാക്കി എടുക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഏത് ഒക്കേഷനിലായിക്കോട്ടെ, നമ്മൾ പോകുമ്പോൾ നന്നായി ഡ്രസ്സ് ചെയ്യണം. നന്നായി ഡ്രസ്സ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വലിയ വില കൂടിയ ഡ്രസ്സ് എന്നൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഉള്ള ഡ്രസ്സ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതുപോലെ നമ്മുടെ കാലുകൾ, ഷൂസൊക്കെ, നമ്മുടെ ചെരുപ്പുകളൊക്കെ ആളുകൾ നമ്മളെ ഫസ്റ്റ് മുഖം നോക്കിയാലും പിന്നെ വേഗം കാലിലേക്കൊക്കെ നമ്മുടെ ആളുകളുടെ നോട്ടം അങ്ങനെ എത്തും. അപ്പം നമ്മുടെ കാലും കൂടെ ഒന്ന് ചെരുപ്പും ഒക്കെ നല്ല വൃത്തി ഉണ്ടെങ്കിൽ നല്ല നീറ്റായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു മതിപ്പ് തോന്നും നമ്മളോട്. നല്ല പെർഫെക്റ്റ് നീറ്റായിട്ടുള്ള ഡ്രസ്സിങ്, അത് ഏത് സ്ഥലത്തായിക്കോട്ടെ, ഡ്രസ്സ് ചെയ്യുമ്പോൾ നന്നായി നീറ്റായി മറ്റൊരാൾക്ക് അലോസരം ഉണ്ടാക്കാത്ത രീതിയിൽ വൃത്തിയിൽ ഡ്രസ്സ് ചെയ്യുക. ലുക്ക്, ഡ്രസ്സ്, അതുപോലെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. നന്നായി സംസാരിക്കുക. വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് വെറുതെ ഇതാവാതെ വളരെ കമ്മ്യൂണിക്കേഷനിൽ നമ്മളൊക്കെ ആളുകൾ ശ്രദ്ധിക്കും. നമ്മൾ എങ്ങനത്തെ ഏത് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ടോപ്പിക്, നമ്മളുടെ സംസാര രീതി, ശൈലി, എല്ലാത്തിനും ഒരു പ്രാധാന്യമുണ്ട്. ശ്രദ്ധിക്കുന്നവരുണ്ട്. അത് എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചോളുന്നില്ല. നമ്മൾ സാധാരണക്കാരങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലെങ്കിലും ചില ആൾക്കാർ എല്ലാ കാര്യങ്ങളും ഒരാളിനെ വാല്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളിനെ നോക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കും. ലുക്ക്, ഡ്രസ്സിങ്, കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് ആ ഒരു സ്റ്റൈൽ. അതുപോലെ നമ്മൾ ഫോണിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സ്പീക്കറിലൊക്കെ ഇടുന്നുണ്ടോ അല്ലേ? നമ്മളങ്ങനെ സ്പീക്കറിലിടുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ആരാണോ സംസാരിക്കുന്നത് അവരെ നമ്മൾ അറിയിക്കണം. അതൊരു മര്യാദയാണത്. ചിലപ്പോൾ ആ ആൾ എന്തെങ്കിലും ഒരു സീക്രട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈവസി എന്തെങ്കിലും അങ്ങനെ വലിയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതിവിടെ സ്പീക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ല. അപ്പം നമ്മൾ ആൾക്ക് അത് ഇൻഫോം ചെയ്യണം. എൻ്റെ ഫോണ് സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് അവർ അങ്ങോട്ട് സംസാരിക്കുന്നതിലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കും. മറ്റത് അങ്ങനെയല്ല, നമ്മൾ മാത്രമല്ലേ കേൾക്കുന്നു എന്നുള്ള രീതിയിൽ ചിലപ്പോൾ സംസാരം അവർക്ക് പറയാനുള്ള വലിയ സീക്രട്ട് പോലും പറഞ്ഞു തന്നിരിക്കും. അത് ചിലപ്പോൾ സ്പീക്കറിലായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്നവരും കൂടെ കേൾക്കില്ലേ. അപ്പോൾ അങ്ങനെ നമ്മളത് ഒരു മര്യാദയാണ്, സോഷ്യൽ റൂളാണ്. നമ്മളത് അങ്ങനെ ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു സാധാ മര്യാദയാണത്. അങ്ങനെ നമ്മളത് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെയാണ് നമ്മൾ എന്ത് പരിപാടിയാണെങ്കിലും ചില ആൾക്കാരുണ്ട് എന്നും ലേറ്റായി വരിക. എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഈ രാഷ്ട്രീയക്കാരെ വിളിക്കുന്ന പോലെ അവരെങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും ഒരു ഉദ്ഘാടനത്തിൻ്റെ പരിപാടിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും ഒന്ന് ലേറ്റായിരിക്കും. ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. പക്ഷേ എന്തോ വഴുകി എത്തുന്നവരെ എപ്പോഴും അതൊരു ഇറിറ്റേഷനാണല്ലേ. നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ട് ഉറപ്പെട്ട് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം കുറച്ച് ലേറ്റായി വരിക. എല്ലാ പ്രാവശ്യവും ആ ഒരു ലേറ്റ് ആവുക എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിലും ഓക്കെ, അതെന്തെങ്കിലും കാര്യങ്ങൾ. ചില ആൾക്കാർ എല്ലാ സമയത്തും ലേറ്റ് ആവുന്നൊരു സമയം, ഒരു പങ്ക്ച്വാലിറ്റി ഇല്ലാതെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഭവം. അങ്ങനെ അങ്ങനെ മാക്സിമം അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായാലും ഒന്ന് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അതിനൊരു വാല്യൂ ഉണ്ട്. അത് നമ്മളെ എപ്പോഴും മറ്റുള്ളവർ നമ്മളെ അതിനെപ്പോഴും ഇതാക്കും അല്ലേ, ഒരു വാല്യൂ, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു മൂല്യം നമുക്കവിടെ കിട്ടും. മറ്റേത് എന്നും ലേറ്റായി വരുന്നവരാണ് എന്താ പറയുക, ആർക്കും ഇഷ്ടപ്പെടില്ല, എല്ലാവരും വെറുപ്പ്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണെന്നുള്ള വരും. അതുപോലെ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഏത് വീട്ടിലേക്ക് പോവുകയാണെങ്കിലും എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് എന്തെങ്കിലും കയ്യിൽ കരുതാതെ നമ്മൾ പോവുക. അങ്ങനെ പോകണം എന്നാണ്, എന്തെങ്കിലും കയ്യിൽ കരുതണം. നമ്മൾ വെറും കൈയോടെ ഒരിക്കലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലരുത്. അതൊരു നിയമോ റൂൾസോ ഒന്നുമല്ല, പക്ഷെ അതൊരു സാമാന്യ മര്യാദയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിഠായെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അപ്പോൾ അവരാരും ഉണ്ടാവില്ല എന്നുള്ളതിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിലും കൂടി, അഥവാ നമ്മളവിടെ പ്രതീക്ഷിക്കാതെ ഒരു കുട്ടിയുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ഒരു സന്തോഷം, അതൊക്കെയാണത്. അല്ലാണ്ട് ഇപ്പോൾ അത് കൊണ്ടുപോയിക്കോളം നിർബന്ധമല്ല. പക്ഷെ അതങ്ങനെയാണ്, നമ്മളെവിടെ പോകുമ്പോഴും എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഭക്ഷണം കഴിച്ച് ഇന്ന് നമ്മളുടെ ബില്ല് അവർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ
അവരെ കൊണ്ട് പേ ചെയ്യാം. നമ്മളുടെ ഒരു അവസരമായിട്ട് നമ്മൾ എപ്പോഴും എടുക്കാൻ ശ്രമിക്കണം. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പിരിയാൻ നിൽക്കണവരാവരുത്. ഇന്ന് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ മനഃപൂർവ്വമായിട്ടില്ല, നമ്മൾ അതിനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മളത് കൊടുക്കണം. അത് അങ്ങനെ ചെയ്യുന്നതാണ് ഒരു മര്യാദ അല്ലേ? അതുപോലെ നമ്മൾ എപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിലും ചിലവരുണ്ടാവും ഒന്നും ഒരു പൈസയും കൈ പിടിക്കാതെ എവിടേക്ക് പോവുകയാണെങ്കിലും ഒന്നും കൈ പിടിക്കില്ല. ഇപ്പോൾ ഒക്കെ പിന്നെ ഗൂഗിൾ പേ ആയതുകൊണ്ട് എല്ലാവരും ഗൂഗിൾ പേയിൽ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തൊരു സാഹചര്യം വരിക, എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? നമ്മൾ എവിടെ പോകുമ്പോഴും എന്തെങ്കിലും ഒരു ചില്ലറ കയ്യിൽ വയ്ക്കുക, അതൊരു ശീലമാക്കുക. അല്ലെങ്കിൽ ആ അടുത്ത നിമിഷത്തിൽ അല്ലെങ്കിൽ ആ അത്യാവശ്യം വല്ല സന്ദർഭം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളപ്പോൾ ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, അതിനുവേണ്ടി നടക്കണ്ടേ? നമ്മൾ ആ ഒരു എന്താ പറയുക, ആ അവസരത്തിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ചോദിക്കാൻ നിൽക്കണം. അതിനെക്കാട്ടും നല്ലത് നമ്മൾ ഒരുപാട് കാശൊന്നും കൈ പിടിക്കാനല്ല, നമ്മൾ എപ്പോഴും ഒന്ന് മുൻവിധി ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വേണ്ടേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് എപ്പോഴും അങ്ങനെ കയ്യിൽ പൈസ കരുതുക എന്നുള്ളതൊരു ശീലമാക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മളെ എല്ലാവരും മനസ്സിലാക്കണം അല്ലേ? മറ്റുള്ളവരൊക്കെ നമ്മളെ മനസ്സിലാക്കണം, നമ്മളെ അവർ മനസ്സിലാക്കാതെ പോയല്ലോ എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് വരും. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളതിനെ മറ്റുള്ളവർക്ക് എപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. അവർ ആ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്? നമ്മളെ മനസ്സിലാക്കിയാൽ നമ്മൾ പറയാതെ നമ്മളെ മനസ്സിലാക്കണം. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളായിട്ടാവും അവർ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലാക്കേണ്ടതായ ഒരു ഇതില്ല. നമ്മൾ നമ്മളുടെ കാര്യങ്ങളായിട്ട് പോകാം, അവരവരുടെ കാര്യങ്ങളായി അവർ നമ്മളെ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് വാശി പിടിക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരാൾ അയാളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കുറേ എടുത്തിട്ട് അങ്ങോട്ടാ കൊടുക്കും. അത് ചെയ്യാതിരിക്കുക. ആ ആൾ ഒരു ആശ്വാസം കിട്ടാനായിരിക്കും നമ്മുടെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുന്ന ശീലം ചിലവർ അങ്ങനെയല്ല. ഏതെങ്കിലും അത്രയും വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അവർക്ക് പറയാമെന്ന് ധൈര്യമുള്ളവരെ മുന്നിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും മനസ്സ് തുറക്കുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മളുടെ ഒരു ലോഡ് പ്രശ്നങ്ങൾ എടുത്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കരുത്. അപ്പോൾ അതൊരു വിഷമല്ലേ? കാരണം അവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്കൊരു സന്തോഷം അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളത് അവരോട് പറഞ്ഞിട്ട് അവരെയും കൂടെ വിഷമിപ്പിക്കരുത്. നമ്മളത് ഇതാക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങൾ എന്താ പറയുക, ചിലവരുടെ അങ്ങനെയാണ് ഫോൺ സംസാരിച്ചിരിക്കുമ്പോൾ ഫോണിൽ നമ്മൾ സംസാരിക്കുകയായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഒരു വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോൺ എടുത്തിട്ട് ഇങ്ങനെ അല്ലേ, ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവർ പറയുന്നതിൽ ശ്രദ്ധിക്കില്ല. അങ്ങനെ ആവാതിരിക്കുക. നമ്മൾ അവർ പറയുന്ന മറ്റൊരാൾക്കും കൂടെ റെസ്പെക്റ്റ് കൊടുക്കുക. അവർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ആ പറയുന്ന ഒരാൾക്ക് നമ്മൾ കേൾക്കാനുള്ള ഒരാളാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ ആ അവർ പറയുന്നതിൽ നമ്മൾ റെസ്പെക്റ്റ്. അതുപോലെ ചിലവരുണ്ട്, ഇപ്പോൾ ഒരാളെ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ആൾ വളരെ വിഷമത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ പിടിച്ചിട്ടാകും. അപ്പോൾ അവരൊന്നും കൂടെ അങ്ങോട്ട് താക്കണം, എന്താ ഇത് പറ്റി, എന്താ സംഭവിച്ചു കൊണ്ട് അവരേനെ അങ്ങോട്ട് എന്താ പറയുക, സഹതാപം കൊണ്ട് അങ്ങോട്ട് പൊതിയുക. ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് സഹതപിക്കുക. ആ ഒരു ശീലം നമ്മൾ ഒഴിവാക്കണം. അത് അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നും കൂടെ അവർ ചിലപ്പോൾ ഒന്ന് ആ ഒരു അവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് അവരതിനെ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് സ്ട്രോങ് ആയി ശ്രമിക്കുന്ന ഒരാളായിരിക്കും. പെട്ടെന്നായിരിക്കും നമ്മൾ പോയിട്ട് നമ്മളുടെ ഭാഗത്തുനിന്നൊരു പറച്ചില്ല, അയ്യോ എന്താ ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ അവരെ അങ്ങോട്ട് നമ്മളുടെ സഹതാപം മുഴുവൻ അങ്ങോട്ട് അറിയിക്കുക, പ്രകടിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. അതൊന്നും ചെയ്തിട്ടൊന്നൊരു എന്താ പറയുക, മറ്റൊരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കുക. അതാണ് നമ്മൾ എന്താ പറയുക, ഒരാളുടെ കാര്യങ്ങൾ കേൾക്കുകയായിക്കോട്ടെ പറയുമ്പോഴായിക്കോട്ടെ നമ്മൾ എല്ലാ കാര്യങ്ങളിലൊക്കെ ഒന്നൊരു ശ്രദ്ധ വേണം. നമ്മൾ വിചാരിക്കും നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരുടെ ഇതാട്ടോ പൊതുവെയുള്ള കാര്യങ്ങളാണ് പറയണത്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെറിയ സോഷ്യൽ റൂൾസും കൂടെയൊക്കെ നമ്മളൊന്ന് പാലിക്കാൻ ശീലിക്കുക. താങ്ക് യു.